ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടുകയും ചെയ്യാം. ഇത് തയ്യാറാക്കുന്നതിനായി 3 ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസ് ബീട്രൂട്ടും ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി ഒരു ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് വെള്ളം കുറച്ചായി ഒഴിച്ചു കൊടുത്ത് കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ബാറ്റർ തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്, അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ജീരകം പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചി ഒന്ന് ചതച്ചെടുത്ത് 1 ടീസ്പൂൺ. ഇനി മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ, മുളക്, മല്ലി, ജീരകം, ചാറ്റ് മസാല, ഗരം മസാല, ഇത്രയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഫില്ലിങ്ങിനുള്ള പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. ഇതുപോലെ ബ്രെഡിൻ്റെ 2 സ്ലൈസ് എടുത്തു. ഇതിൽ ഒരു സ്ലൈസിലേക്ക് ഞാൻ ആ പൊട്ടറ്റോ മസാല ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി അടുത്ത സ്ലൈസിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് പുരട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്ത ശേഷം 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ പീസസായി എടുത്ത് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത ശേഷം എണ്ണയിലേക്ക് ഇടാം. 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ പീസസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് പക്കോട എല്ലാം ഞാനിവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യാം.